ഉച്ചനാദമുള്ള കൈത്താളങ്ങളാലും കാഹളത്തിൻ ഗീതിയാലും സ്തുതിച്ചിടുവിൻ. ഇസ്രായേലോ തന്നെ മെനഞ്ഞവനിൽ ആനന്ദത്തിൻ ഗീതം പാടി സന്തോഷിക്കട്ടെ. സിയോൻ മക്കൾ തന്റെ സൃഷ്ടാവായിടും രാജാവിന്റെ സന്നിധിയിൽ ആനന്ദിക്കട്ടെ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യഹോവയായ ദൈവത്തോടുള്ള ഹബക്കൂക്കിൻ്റെ നിലവിളിയാണ് ഹബക്കൂക്ക് 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. യഹോവയെ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസനിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. 1-ാം അധ്യായത്തിൽ പ്രവാചകൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ദൈവം തൻ്റെ രാജ്യത്തിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങളിലും ദുഷ്ടതകളിലും ഇടപെടുന്നില്ല? എന്തുകൊണ്ട് സഹായത്തിനായി നിലവിളിച്ചിട്ടും ദൈവം മറുപടി നൽകുന്നില്ല? നീതിമാൻ കഷ്ടപ്പെടുന്നതും ദുഷ്ടൻ അഭിവൃദ്ധി പ്രാപിക്കുന്നതും ദൈവം കാണുന്നില്ലേ? പ്രവാചകൻ്റെ ഈ വിധത്തിലുള്ള ചോദ്യങ്ങൾക്ക് ദൈവം നൽകിയ മറുപടിയാണ് ഹബക്കൂക്ക് 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. ദർശനത്തിന് സമയം വെച്ചിരിക്കുന്നു, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. ദൈവം ഒരു സമയം വരെ മൗനമായിരിക്കാം, എന്നാൽ എപ്പോഴും മൗനമായിരിക്കില്ല. ഭാവിയുടെ നിയന്ത്രണങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. എന്നാൽ നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. ഹബക്കൂക്ക് 2-ന്റെ-4-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ മറുപടി ലഭിച്ച പ്രവാചകൻ്റെ ഹൃദയം സന്തോഷപൂർണമായി തീർന്നു. തന്മൂലം ചോദ്യം അവസാനിച്ചു. തൻ്റെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായി പറയുന്നത്, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാവുകയില്ല, ഒലിവ് വൃക്ഷത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവിൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ മാൻപേട മാൻകാൽ പോലെ ആക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടത്തുമാറാക്കുന്നു. ഹബക്കൂക്ക് 3:17-19 വരെ. കർത്താവ് നമുക്ക് നൽകുന്ന പ്രത്യാശയുടെ വാക്കുകളാണ് പ്രവാചകനിൽ കൂടി ലഭിക്കുന്നത്. ദുഃഖ അനുഭവങ്ങൾക്ക് മനുഷ്യജീവിതത്തെ കീഴടക്കുവാനോ തകർക്കുവാനോ കഴിയില്ല എന്ന് ഇവിടെ ഓർപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ ഭൂമിയിൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ പ്രതിഫലം സ്വർഗത്തിൽ വളരെ വലുതാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ പറയുകയാണ്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. 3:18. ദൈവത്തിലുള്ള അചഞ്ചലവും ദൃഢവുമായ വിശ്വാസത്തിന് ലഭിക്കുന്ന ഉറപ്പ് മൂലമാണ് പ്രവാചകൻ ഈ വിധത്തിൽ പറഞ്ഞത്. ദൈവത്തിലുള്ള ആശ്രയവും അവനുള്ള വിശ്വാസവും നമ്മിലുണ്ടാകുന്ന തിക്ത അനുഭവങ്ങളെ മധുരമുള്ളതാക്കി തീർക്കും. പ്രതിസന്ധികളിൽ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മിലുണ്ടാകുന്ന സുഖത്തിലും ദുഃഖത്തിലുമെല്ലാം ഒന്നുപോലെ കൂടി ഉണ്ടായിരിക്കും. നമ്മെപ്പറ്റി അവന് കരുതലുണ്ട്. വലിയവനെന്നോ ചെറിയവനെന്നോ ബാലനെന്നോ യുവാവെന്നോ വൃദ്ധനെന്നോ വ്യത്യാസമില്ലാതെ അവൻ സകലരെയും സ്നേഹിക്കുന്നു, കരുതുന്നു. കർത്താവിൻ്റെ വാക്കുകളിൽ തന്നെ ഇത് നമുക്ക് മനസ്സിലാക്കാം. 2 കാശിന് 5 കുരികിനെ വിൽക്കുന്നു. 4 ലഭിക്കേണ്ടുന്നിടത്ത് 5 കുരികിൽ. 5-ാമത്തെ കുരികിലിന് ഒരു വിലയും നൽകുന്നില്ല. എങ്കിലും അവയൊന്നുപോലും കർത്താവ് അറിയാതെ നഷ്ടപ്പെടുകയില്ല. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് എന്ത് എന്ന് കർത്താവിനറിയാം. അത് തക്ക സമയത്ത് കർത്താവ് നൽകുക തന്നെ ചെയ്യും. ദൈവത്തിന് നൽകേണ്ടതായ സ്ഥാനം ദൈവത്തിന് നൽകാതിരിക്കുമ്പോഴാണ് ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശയിൽ വീഴുന്നത്. ദൈവത്തിന് നൽകേണ്ടതായ സ്ഥാനം ജീവിതത്തിൽ നൽകി അവനെ പൂർണ്ണമായി വിശ്വസിച്ച് അവനിൽ മാത്രം ആശ്രയം വയ്ക്കുമ്പോൾ നിരാശപ്പെടാതെ സന്തോഷിപ്പാൻ കഴിയും. അതോടൊപ്പം ജീവിതം അനുഗ്രഹപൂർണമായി തീരുകയും ചെയ്യും.
ശൂന്യതയിൽ നിന്ന് ലോകത്തെ സൃഷ്ടിക്കുകയും ഫറവോന്റെ ബലമുള്ള കരങ്ങളിൽ നിന്ന് തൻ്റെ ജനത്തെ വിടുവിച്ച് ചെങ്കടൽ വറ്റിച്ച് വഴിയൊരുക്കി പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിൽ തൻ്റെ ജനത്തെ എത്തിച്ചവനാ നമ്മളുടെ ദൈവം. അവൻ ആശ്രയിക്കുന്ന എല്ലാവർക്കും അവൻ സമീപസ്ഥനാ. നിലവിളി കേട്ട് ഉത്തരം നൽകുന്നവനാ നമ്മളുടെ ദൈവം. ഈ ലോക ജീവിതം കഷ്ടതയും ദുഃഖവും മാത്രം അനുഭവിക്കുവാനുള്ളതാണ് എന്ന ചിന്തയാ അനേകരിലും ഉള്ളത്. എന്നാൽ അതല്ല, അനുഗ്രഹത്തിൻ്റെതായ ഒരു കലവറ, സന്തോഷത്തിൻ്റെതായ ഒരു ദിനം നമുക്കുണ്ടെന്ന് ദൈവം പ്രവാചകനിൽ കൂടി പറയുകയാണ്. എന്നാൽ ആ ദിനം, ആ സന്തോഷം അനുഭവമാക്കണമെങ്കിൽ ജീവിതത്തിൻ്റെ കേന്ദ്രം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും ഞാൻ കർത്താവിനുള്ളവൻ തന്നെ എന്ന നിശ്ചയം നമ്മളുണ്ടാവണം. അപ്പോൾ യഹോവയായ ദൈവം നമ്മുടെ ബലമായി തീരും. നമ്മുടെ കാലുകളെ പേടമാൻ കാൽ പോലെയാക്കും. ഉന്നതികളിൽ മേൽ അവൻ നമ്മെ നടത്തും. അതുകൊണ്ട് അല്പം വൈകിയാലും അനുഗ്രഹം പ്രാപിപ്പാനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ നിശ്ചയം താമസിക്കുകയുമില്ല. കർത്താവേ, നിന്റെ സമയത്തിനായി കാത്തിരിക്കുവാനുള്ള വിശ്വാസം എന്നിലും തരണമേ. ആമേൻ. തീയും കാറ്റും മഞ്ഞുമേ സ്തുതിച്ചിടുവിൻ, എല്ലാ ആഴിയും മൊഴിയുമേ സ്തുതിച്ചിടുവിൻ. തീയും കാറ്റും മഞ്ഞുമേ സ്തുതിച്ചിടുവിൻ, എല്ലാ ആഴിയും മൊഴിയുമേ സ്തുതിച്ചിടുവിൻ. ദൈവത്തിന്റെ നാമത്താൽ ആദിത്യനാം ജ്ഞാനം ശക്തിയെ എന്നും സ്തുതിച്ചിടുവിൻ. ദൈവത്തിന്റെ നാമത്താൽ ആദിത്യനാം ജ്ഞാനം ശക്തിയെ എന്നും സ്തുതിച്ചിടുവിൻ. യഹോവയെ വാഴ്ത്തി സ്തുതിച്ചിടുവിൻ, തന്റെ വീരപ്രവൃത്തിയെ സ്തുതിച്ചിടുവിൻ. ഉച്ചനാദമുള്ള കൈത്താളങ്ങളാലും കാഹളത്തിൻ ഗീതിയാലും സ്തുതിച്ചിടുവിൻ. ഇസ്രായേലോ തന്നെ മെനഞ്ഞവനിൽ ആനന്ദത്തിൻ ഗീതം പാടി സന്തോഷിക്കട്ടെ. സിയോൻ മക്കൾ തന്റെ സൃഷ്ടാവായിടും രാജാവിന്റെ സന്നിധിയിൽ ആനന്ദിക്കട്ടെ.